ആലപ്പുഴ മാന്നാർ കലാകൊലപാതക കേസിലെ പ്രതിഭാഗം അഭിഭാഷകനായ സുരേഷ് മത്തായി വക്കാലത്തൊഴിഞ്ഞു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ അദ്ദേഹം പാർട്ടി നിർദ്ദേശപ്രകാരമാണ് വക്കാലത്തൊഴിഞ്ഞത്. അതേസമയം കേസിലെ ഒന്നാം പ്രതിയും കലയുടെ ഭർത്താവുമായ അനിൽകുമാറിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത്. കേസിൽ റിമാൻഡിലുള്ള ജിനു ഗോപി, സോമരാജൻ, പ്രമോദ് എന്നിവരുടെ ജാമ്യാപേക്ഷ ചെങ്ങന്നൂർ കോടതി പരിഗണിച്ചപ്പോഴാണ് വക്കാലത്തൊഴിയുകയാണെന്ന് അഭിഭാഷകൻ അറിയിച്ചത്. അപേക്ഷ കോടതി അംഗീകരിച്ചു. CPMന്റെ ബുധനൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് പ്രതികളുടെ അഭിഭാഷകനായിരുന്ന സുരേഷ് മത്തായി. ഇത് ചൂണ്ടിക്കാട്ടി കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു. പുതിയ അഭിഭാഷകൻ വക്കാലത്ത് ഏറ്റെടുത്ത ശേഷമായിരിക്കും പ്രതികൾക്ക് ജാമ്യത്തിനായി മേൽക്കോടതിയെ സമീപിക്കാനാവുക. പരപുരുഷ ബന്ധം ആരോപിച്ച ഭർത്താവ് അനിൽകുമാറും സുഹൃത്തുക്കളും ചേർന്ന് കലയെ കൊന്നുകുഴിച്ചുമൂടിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ പ്രതികളെ 2 തവണ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടും അന്വേഷണ സംഘത്തിന് കാര്യമായ തെളിവുകൾ ഒന്നും ലഭിച്ചിട്ടില്ല. അനിൽകുമാറിന്റെ വീട്ടിലെ കക്കൂസ് മാലിന്യങ്ങളിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലാണ് ഇനിയുള്ള പ്രതീക്ഷ. ഫലം ലഭിക്കാൻ 1 മാസമെങ്കിലും കാത്തിരിക്കണം. അനിലിനെ ഇസ്രായേലിൽ നിന്നും നാട്ടിലെത്തിക്കാൻ റെഡ് കോർണർ നോട്ടീസ് അധികം വൈകാതെ പുറപ്പെടുവിക്കും. ഇയാളുടെ പാസ്പോർട്ട് റദ്ദാക്കാനുള്ള നടപടികളും തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.